ശ്രീ പി ജെ ജോസഫ് 5 മിനിറ്റ്. സർ, ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ്. സർ, കർഷകർക്ക് അനുകൂലമായ ബഡ്ജറ്റ് എന്ന് പലരും പറയുകയുണ്ടായി. പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കർഷകർ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ അടിസ്ഥാന ഭൂനികുതി നേരെ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. സാറേ, 10-15% വർദ്ധിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ഏറ്റവും പാവപ്പെട്ട ഈ സാധാരണക്കാരുടെ ഭൂനികുതി ഇരട്ടിയാക്കിയതിന് യാതൊരു നീതീകരണവുമില്ല. 10-15% ഈ വർധനവ് മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സാറ്, ഒരു താങ്ങുവില, ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. സാർ, പല ഉൽപ്പന്നങ്ങളുടെയും വില വളരെ താഴെയാണ്. ഏലം കർഷകർ ഉൾപ്പെടെയുള്ള നാണ്യവിളകളെല്ലാം വളരെ ദുഃഖത്തിലാണ്. അതുകൊണ്ടൊരു മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കാതിരുന്നത് ശരിയായില്ല. ഇനിയെങ്കിലും അതേപ്പറ്റി ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റബ്ബറിൻ്റെ താങ്ങുവില അല്ലെങ്കിൽ സംഭരണ വില തീരെ അപര്യാപ്തമാണ്. 160 രൂപ, 250 രൂപ ആക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞത് അടുത്ത വർഷത്തെ LDFൻ്റെ. സാർ, അത് 200 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പാക്കേജിനെ പറ്റി, ഇടുക്കി പാക്കേജ് 12,000 കോടി എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ അത് 75 കോടിയായി ചുരുങ്ങിയിരിക്കുന്നു. സാറേ, ഇടുക്കി പാക്കേജ് ഫലപ്രദമായി നടപ്പാക്കത്തക്കവണ്ണം നല്ല ഭേദഗതി വരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണം അത് ഒഴിവാക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഈ വന്യമൃഗങ്ങൾ വനത്തിൽ തന്നെ കഴിയണം. അതിനാവശ്യമായ വെള്ളം ഉണ്ടാകണം, തീറ്റയുണ്ടാകണം. തടയണകൾ നിർമ്മിച്ചാൽ വേനൽക്കാലത്ത് മൃഗങ്ങൾ നാട്ടിലേക്ക് വരികയില്ല. അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ, ഇപ്പോൾ ഈറ്റയും ഒക്കെ നട്ടു വളർത്തിയാൽ ആന, വെള്ളവും ഈറ്റയും ഉണ്ടെങ്കിൽ ആന അവിടെ നിന്നോളും. അതുപോലെ തന്നെ ഈ മറ്റ് ഫലവൃക്ഷങ്ങൾ, കുരങ്ങനെയൊക്കെ അവിടെ നിൽക്കാൻ പ്ലാവൊക്കെ വെച്ച് പിടിപ്പിക്കുക. അത് അങ്ങനെയൊരു പരിപാടി വനം വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ഏറ്റവും സാറ്, ഇടുക്കിയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം 64-ലെയും 93-ലെയും ഭൂമിയൊതി ചട്ടങ്ങളാണ്. അവിടെ ഹൈക്കോടതി തന്നെ ഇടപെട്ടൊരു വിഷയമാണ്. കൃഷി ചെയ്യാനും വീട് വയ്ക്കാനും മാത്രമേ ഈ പട്ടയം കൊണ്ട് ഉപയോഗിക്കാവൂ. അത് മാറ്റണമെന്ന് മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിലും ഏകദേശം തീരുമാനമായതാണ്. പക്ഷേ ഇന്നലെ എനിക്കൊരു ശുഭോദർക്കമായ കാര്യം വന്നു. മാർച്ച് 14 റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മറുപടിയിൽ ഈ ഭൂമി പതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് ചീഫ് സെക്രട്ടറിയെയും നിയമവകുപ്പ് സെക്രട്ടറിയെയും അഡ്വക്കേറ്റ് ജനറലിനെയും ചുമതലപ്പെടുത്തിയതായി കാണുന്നു. സർ, അടിയന്തരമായി നടപടി സ്വീകരിച്ച് ഈ ഭൂമി പതിവ് ചട്ടങ്ങളിൽ മാറ്റമുണ്ടാകണം. സർ, കർഷകരുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ് വൻതോതിൽ. സർ, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ജപ്തി നോട്ടീസിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിയന്തരമായി നിർത്തി 1 കൊല്ലത്തേക്കെങ്കിലും ഈ മൊറട്ടോറിയം വർദ്ധിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ പിഴപ്പലിശ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കാര്യങ്ങളിൽ ധനകാര്യ വകുപ്പ് അടിയന്തരമായി ഇടപെട്ട് നടപടി ഉണ്ടാകണം. നമ്മുടെ ഈ സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചു, ഈ യുക്രൈനിൽ നിന്നെത്തിയ കുട്ടികളെ സർ, നമ്മുടെ ഏറ്റവും
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗം ആൾക്ക് പഠനം തുടങ്ങുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകണം. തുടർ പഠനം നടത്തുന്നതിന് ആ കുട്ടികളെ സഹായിക്കാനുള്ള ഒരു പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കണം. ഇവിടെയുള്ള ഓൺലൈൻ പഠനത്തിനെ സംബന്ധിച്ചും അവിടുന്ന് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്, ഫീസ് അടയ്ക്കണമെന്നാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ സഹായിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഈ ഭൂനികുതി, അടിസ്ഥാന ഭൂനികുതി വർധനവ് ഈ തരത്തിൽ ഇരട്ടിയാക്കിയ ഈ നടപടിയിൽ നിന്നും അങ്ങ് പിന്മാറണം. 10 അല്ലേ 15% കൂടുതൽ വർദ്ധിപ്പിക്കാൻ പാടില്ല. അതുപോലെ റബ്ബറിൻ്റെ സംഭരണ വില 200 രൂപയാക്കി പ്രഖ്യാപിക്കണം. കർഷകരെ സഹായിക്കാനുള്ള ഒരു മിനിമം താങ്ങുവില എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രഖ്യാപിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുന്നു.